കേരളത്തിലെ മുഖ്യമന്ത്രിൻ്റെ ഈ ഇരിപ്പ് ഇങ്ങനെ കാണുമ്പോഴേ സത്യം പറഞ്ഞ സങ്കടം വരും. എന്താ കാക്ക, ഇന്നലെ പത്രമാധ്യമങ്ങൾ എന്തൊക്കെ ചോദിച്ചു നിങ്ങളോട്? നിങ്ങൾ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. 1 മണിക്കൂറാണ് മൂപ്പർ എന്ത് ചെയ്തത്, ഇന്നലെ പത്രസമ്മേളനം വിളിച്ചത്. ഒരു 10-60 മിനിറ്റ് മൂപ്പർ എങ്ങനെയൊക്കെയോ ഇവിടെ നടക്കുന്ന ലഹരി എങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പത്രമാധ്യമങ്ങളുടെ ചോദ്യം തുടങ്ങിയതോടുകൂടി മൂപ്പര് പോയിട്ട് മകള് മാസപ്പടി ഒരു ഉത്തരം മൂപ്പര് കൊടുക്കാനില്ല. സംഗതി കോടതിയിലാണല്ലോ, കോടതിയിലത് നടക്കട്ടെ, എനിക്കൊന്നും പറയാനില്ല. ഈ സ്കീമാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തം എന്നുള്ള ഡയലോഗ് മൂപ്പറടിച്ച് ഇതാണല്ലോ കൊതുകിന് പോലും ചീഫ് മിനിസ്റ്റർ രക്തത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നിങ്ങളെ വേട്ടയാടുന്നു, നിങ്ങളെ മകളെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് നിങ്ങളുടെ മകളും മകളുടെ കമ്പനിയും എന്ത് സേവനം നൽകിയതിനാണ് 1,72,00,000 രൂപ CMRL നിങ്ങളുടെ മകൾക്ക് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് ക്ലിയറായിട്ടൊരു ഉത്തരം നിങ്ങളോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകളെ കമ്പനിയോ ഇവിടെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, പൊതുജനം അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ പൊതുജനം മനസ്സിലാക്കുമെന്ന്, ഞാൻ അടക്കമുള്ള പൊതുജനം മനസ്സിലാക്കും, ഈ നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. പല രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകൾ ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട്. വരുന്ന ഇലക്ഷൻസൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP ഗവൺമെൻറ് സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമ്മളത് വിചാരിക്കും, നിങ്ങൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നിരുന്നെങ്കിൽ. നിങ്ങളുടെ മകളുടെ അടുത്ത് മാസപ്പടി ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങളും ഒന്നും പറയുന്നില്ല, മകളെ കമ്പനിയും. ഇവിടെ സാധാരണ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെ, ഒരു കമ്പനിയുടെ ഡയറക്ടർക്കെതിരെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പം അവരെന്ത് ചെയ്യും? ഒരു പത്രക്കുറിപ്പ് പോലത്തെ ഒരു സാധനം ഇറക്കും, അല്ലേ? പബ്ലിക്കിന് കാണാനും പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും. മകൾക്കെതിരെ വന്നത് എന്താ? എന്ത് തരത്തിലുള്ള സേവനത്തിനാണ് നിങ്ങൾ 1,72,00,000 രൂപ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് മേടിച്ചത്? കൃത്യമായിട്ട് ഞാൻ ഇന്ന സേവനങ്ങൾ കൊടുത്തു. പേഴ്സണലി വീണ വിജയൻ എഴുതുകയാണ്, എൻ്റെ കമ്പനി ഇന്ന സേവനങ്ങൾ കൊടുത്തു, ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്, ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്, എൻ്റെ കമ്പനീൻ്റെ ഇന്ന എംപ്ലോയീസ് ഉണ്ടായിരുന്നു, ആ എംപ്ലോയീസ് എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു പത്രസമ്മേളനം വിളിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഇതൊന്നുമില്ല. അതോ ഇനി സ്ഥിരം പിണറായി സർക്കാരിൻ്റെ പരിപാടി പോലെ എല്ലാം പേപ്പറിലുള്ള കമ്പനി, പേപ്പറിലുള്ള പ്രൊജക്റ്റുകളാണെന്ന് നമുക്കറിയില്ലല്ലോ. അത് ലാസ്റ്റ് മൂപ്പരുടെ തഗ് ഡയലോഗ്, എനിക്കും എൻ്റെ മകൾക്കും എതിരായ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആരാണ് സാർ ഈ എല്ലാവരും? എനിക്കറിയില്ല, ഞാൻ എല്ലാവരിലും പെട്ട ആളല്ലേ, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് ഇന്നലത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. അതിലെന്താ ആശ്ചര്യം? നിങ്ങൾക്കെന്താ അറിയേണ്ടത്? അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകളെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ, അതിരിക്കട്ടെ, നമുക്ക് നോക്കാം. അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുമെന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? നിങ്ങളെന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. അത് കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് കോടതിയിലുണ്ട്, കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ല എന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ, അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ്
പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു, നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാലോജിക് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി, എൻ്റെ അറിവിൽ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ബാക്കപ്പുകൾ കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്താണ് എക്സാലോജിക്കിൽ നിന്ന് ആവശ്യമായിട്ട് വന്ന ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. എന്ത് തരത്തിലുള്ള സേവനമാണ് CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല. അവിടെയാണ് എൻറ്റയർ കേസ് കടന്നു തിരിയുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി മകളോടൊക്കെയുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ വരുന്നത്. ഇതുവരെയായിട്ട് ഉത്തരം ഇവിടെ ആരും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഈ കേസ് ഫസ്റ്റ് വന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കീഴിലാണ് വന്നത്. പിന്നെ ഈ കേസ് നേരെ അവിടെ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് പോയി. ഇപ്പോൾ അത് EDയുടെ മുന്നിൽ വരെ എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ EDയുടെ മുന്നിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഉണ്ടോ, സെൻട്രൽ ഏജൻസികളെ വെച്ചിട്ട് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ ഈ കേസ് BJP എടുത്ത് കേരളത്തിലേക്ക് പഠിച്ചേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ബൈ ഇലക്ഷൻ വരുന്നുണ്ട്. സോ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP ഇപ്പോൾ ഓൾറെഡി ഒരു സ്പ്ലിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ UDFന് പ്രത്യേകിച്ച് കിട്ടുന്ന ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അവർ കുറേ സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് എടുത്ത് വെപ്പിച്ചിട്ടുണ്ട്. നിയമത്തൊക്കെ നമ്മൾ കണ്ടതാണ്, തൃശ്ശൂർ ഓബിയസ്ലി. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് LDFന് ഇട്ട് കൊട്ടാം. അങ്ങനെ കൊട്ടുമ്പോൾ അതിൻ്റെ തലയ്ക്കുള്ള മുഖ്യമന്ത്രിക്ക് തന്നെ ഇട്ട് കൊട്ടണം. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇട്ട് കൊട്ടണമെങ്കിൽ മുഖ്യമന്ത്രി ഒരു അഴിമതിക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ മകളൊരു അഴിമതിക്കാരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഏജൻസികളെ കൊണ്ടുവന്നിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണോ, ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പൊതുജനത്തിൻ്റെ ബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും മകളും വന്നിട്ട്, അല്ലെങ്കിൽ കമ്പനി ഞങ്ങൾ കൊടുത്ത സേവനങ്ങൾ ഇതാണ്, മറ്റേ കമ്പനി വന്നിട്ട് CMRL വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സേവനങ്ങൾ ഇന്നതാണ്, അതൊന്നും പറയാത്തിടത്തോളം കാലം നാട്ടുകാരുടെ കണ്ണിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പൊതുജനം അറിയാൻ വേണ്ടിയിട്ട് ഈ CMRL കരിമണൽ മൈനിങ് ഒക്കെ ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. കരിമണൽ കർത്ത എന്നാണ് ഈ മുതലിനെ മലയാളികൾക്ക് അറിയുന്നത്. ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ആരും കണ്ടു കാണില്ല, പക്ഷെ പേരെല്ലാവരും കേട്ട് കാണും, കരിമണൽ കർത്ത, കരിമണൽ കർത്ത. ഞാൻ ഇയാളുടെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് അറിയപ്പെടുന്ന ശശിധരൻ കർത്തയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു റോക്കി ബായ് സെറ്റപ്പാണ് ഇങ്ങനെ. അത്ര വയലൻസ് ആ സാധനമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ബട്ട് വെരി ഇൻഫ്ലുവൻഷ്യൽ, വെരി പവർഫുൾ, മസിൽ പവർ ആണെങ്കിലും മണി പവർ ആണെങ്കിലും എല്ലാം കൊണ്ടും വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ കേരള പൊളിറ്റിക്സ്. അത് UDFിലാണെങ്കിലും LDFിലാണെങ്കിലും BJPയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെ വേണേ എടുത്തു നോക്കിക്കോ, കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയ്ക്ക് ബന്ധമില്ലാത്തവരായിട്ട് ആരുമില്ല, CMRLുമായിട്ട് ബന്ധപ്പെടാത്ത ആരുമില്ല, ഇവർ ഫണ്ട് ചെയ്യാത്തതായിട്ടുള്ള ഒരു ലോക്കൽ ബോഡീസും ഒന്നുമില്ല. എല്ലായിടത്തേക്കും കൃത്യമായ ഫണ്ടുകൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇവരെ നാട്ടിലൊരു ലോക്കൽ നേതാവിൻ്റെ മകളെ കല്യാണത്തിനാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഇവർ ഫണ്ട് ചെയ്യാറുണ്ട്. മീഡിയ ചാനൽസ്, ആ ചാനലിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു റിപ്പോർട്ടർക്കടക്കം ഇവർ ഫണ്ട് ചെയ്യാൻ റെഡിയാണ്. ബിക്കോസ് ഇവർക്കെതിരെ ഒരു അലിഗേഷനും വരാൻ പാടില്ല എന്നുള്ള സ്കീമിലാണ് ശശിധരൻ കർത്തയുടെ CMRL മുന്നോട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശശിധരൻ കർത്ത എന്താ എങ്ങനെയാണെന്നുള്ളത് നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈരളി ന്യൂസ് ചാനലിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഇയാളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാണാൻ പറ്റൂ. അതൊരു 2013. അതിനുശേഷം ഞാൻ 1-2 കണ്ടു, ബട്ട് ഇത്ര ഡീറ്റെയിൽഡ് അല്ല. നോട്ട് ദ ചാനൽ കൈരളി ന്യൂസ്. ഓക്കെ, അപ്പോൾ ശശിധരൻ കർത്ത അന്ന് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വ്യവസായിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ, ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വയം ഞാൻ ചെയ്തൊരു കുറ്റമുണ്ട്. വ്യവസായിയായി എന്നാണോ? വ്യവസായം കേരളത്തിൽ തുടങ്ങി, വ്യവസായിയായി. എന്നെ ഇവിടെ കൊണ്ടുവന്നത് സഖാവ് ഗൗരിയമ്മയും EK നായനാരും 88-ലാണ്.
അന്ന് മുഴുവൻ ഇൽമിനേറ്റും എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. എന്താണ് ഉണ്ണാൻ താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടെന്ന് ഇരുത്തി. അത് ഊണ് തന്നില്ല. അത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തന്നു. മണൽ വാരാനുള്ള അനുമതി തന്നു, മണൽ വാരാൻ അനുവദിച്ചിട്ടില്ല. അല്ല, ഇൽമിനേറ്റ് IREൽ നിന്ന് സ്ഥിരമായി തരാമെന്ന് പറഞ്ഞാണല്ലോ എന്നെ ഇത് കൊണ്ടുവന്നേ. അണ്ട് IREൽ നിന്ന് സാധനം കിട്ടണില്ലോ. ഓക്കെ, അപ്പോൾ സഖാക്കൾ തന്നെയാണ് 88 കാലഘട്ടത്തിൽ ഈ കർത്തയെ നാട്ടിലേക്ക് ഇറക്കിയത്, കരിമണൽ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഇയാളെ കമ്പനി കാരണം ഉണ്ടായതുകൊണ്ട് പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നതിന് ശേഷം, ഇഫ് ഐ എം നോട്ട് റോങ്, അച്യുതാനന്ദൻ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അയാളടക്കം അവിടെ പോയി നോക്കി കർത്തയുടെ വാക്കും കേട്ട് മിണ്ടാതെ പോകുന്ന ഒരവസ്ഥയൊക്കെ കേരളത്തിൽ മലയാളികൾ കണ്ടതാണ്. ലേറ്റർ ഓൺ ഇയാളുടെ മൈനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നു. പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിഷയം ഭയങ്കരമായിട്ട് വന്നതുകൊണ്ട് പ്രകൃതി സ്നേഹികളെല്ലാവരും കൂടി ഒന്നടങ്കം ഇടപെട്ട് ഇയാളുടെ കമ്പനിക്കെതിരായി അങ്ങനെ കുറേ സീനുകളൊക്കെ ഉണ്ടാക്കി. ഒരു മഹാവില്ലനാണ് ഇയാൾ. ഓക്കെ, വർഷങ്ങൾ കൊണ്ട് 36 വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വളർന്ന് രാഷ്ട്രീയക്കാരെ തീറ്റിപ്പൊറ്റി, മീഡിയ തീറ്റിപ്പൊറ്റി ഇയാളുണ്ടാക്കിയ സാമ്രാജ്യം ചെറുതൊന്നുമല്ല. ആ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന തലവൻ അയാളാണ് നമ്മളുടെ ദ സോ കോൾഡ് റോക്കി ബോയ് ഓഫ് മലയാളീസ്, ദിസ് ഗൈ, കരിമണൽ കർത്ത. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കരിമണലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം ഞാനടക്കമുള്ള പലർക്കും കരിമണൽ എന്ന് കേട്ടിട്ടുണ്ടെന്നല്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും ഈ കരിമണൽ കൊണ്ടുണ്ടാക്കുന്ന അതിൻ്റെ ബൈ പ്രൊഡക്ട്സിൻ്റെ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് മാർക്കറ്റിൽ ഇത് എത്രത്തോളം, ഇപ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ, നമ്മളെ നാട്ടിൽ നിന്ന് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരും അതിന് മുന്നുള്ളവരും വന്നവരും പോയവരൊക്കെ കൊണ്ടുപോയത് ഇവിടുത്തെ രത്നങ്ങൾ, സ്വർണ്ണങ്ങൾ, സ്പൈസസ്, ഇതൊക്കെയാണ് നമ്മളറിവിലുള്ള. അല്ല, കരിമണൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഗോൾഡ് ഇന്നും കേരളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ, ലോകത്തുള്ള വേറെ ഏത് രാജ്യത്തിൻ്റെ മുന്നിലും കേരളത്തിൻ്റെ നമ്പർ 1 ആക്കാൻ പറ്റിയ ബ്ലാക്ക് ഗോൾഡ്, കരിമണൽ. അതിനാണ് ഇയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്നത്. ഈ റോക്കി ബായ് അവിടെയാണ് വലുതാവുന്നത്. അത് ഇയാൾ ഒറ്റയ്ക്കാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കരിമണലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഞാനിവിടെ ഒരു ചാനലിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള 2 സീരീസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് കമ്മ്യൂണിറ്റിയിലിടാം. കരിമണലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വ്യക്തി സംസാരിച്ചിട്ടുണ്ട്. ചെറിയൊരു ഡീറ്റെയിലിംഗ് ഞാനിവിടെ വയ്ക്കാം. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കയറിന് തൂക്കം കിട്ടാൻ വേണ്ടി കയറ് മണലിൽ മുക്കുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. കയറിൽ തിളങ്ങുന്ന പദാർത്ഥം ശ്രദ്ധിച്ച CW ഷാംബർഗ് എന്ന ജർമ്മൻ കെമിസ്റ്റാണ് ആദ്യമായി കറുത്ത സ്വർണത്തെ തിരിച്ചറിയുന്നത്. 1909 ഷാംബർഗ് ആദ്യമായി കൊല്ലം തീരത്തെ വെളനാതുരത്തിൽ ധാതുക്കളായ മോണോസൈറ്റിന്റെയും ഇൽമിനേറ്റിന്റെയും സാന്നിധ്യം മനസ്സിലാക്കുന്നത്. കേരള തീരത്തെ കരിമണലിലെ മോണോസൈറ്റിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇത് വേർതിരിച്ചെടുക്കാനായിട്ട് 1910 തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചിയിലും കേരളത്തിലെ ചവറയിലും പ്ലാന്റുകൾ സ്ഥാപിച്ചു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഷാംബർഗിനെ ജർമ്മൻ ചാരൻ എന്ന മുദ്രകുത്തി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. മണവാളക്കുറിച്ചിയിലെയും ചവറയിലെയും പ്ലാന്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നീട് 1911 ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുവാദത്തോടെ ജർമ്മൻകാർ കരിമണൽ കയറ്റുമതി ആരംഭിച്ചെങ്കിലും കരിമണലിന്റെ മൂല്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇത് ഏറ്റെടുത്തു. 1914 മുതൽ ലണ്ടൻ കോസ്മോപൊളിറ്റൻ മിനറൽ കമ്പനി ആരംഭിക്കുകയും മണവാളക്കുറിച്ചിയിലെയും ചവറയിലെയും പ്ലാന്റുകൾ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. പ്രധാനമായും 5 തരം അസംസ്കൃത ധാതുക്കളാണ് കേരളത്തിലെ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്നത്. അവയിൽ ഇൽമനൈറ്റ്, റൂട്ടൈൽ എന്നിവ സംസ്കരിച്ചെടുക്കുന്ന ടൈറ്റാനിയവും അതിന്റെ സംയുക്തങ്ങളും വളരെയധികം മേഖലകളിൽ ഉപയോഗിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം പെയിന്റുകളുടെ അവശ്യ ഘടകമായ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ നിർമ്മാണത്തിലാണ്. പേപ്പർ, പ്ലാസ്റ്റിക്, തുണി, പ്രിന്റിംഗ് മഷി, റബ്ബർ, കളിമൺ എന്നീ വ്യവസായ മേഖലകളിലും ടൈറ്റാനിയം ഡയോക്സൈഡ് ഉപയോഗിച്ചു വരുന്നു. ടൈറ്റാനിയം ലോഹവും ലോഹസങ്കരങ്ങളും അന്തർവാഹിനി, വിമാനം, മിസൈൽ, ഉപഗ്രഹ പേടകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യം വേണ്ടവയാണ്. ഇവ കൂടാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന പേസ് മേക്കറുകൾ, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നതിനും ടൈറ്റാനിയം ഉപയോഗിക്കുന്നു. വെൽഡിംഗ് ഇലക്ട്രോഡിനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് റൂട്ടൈൽ. സിർക്കോണിയം സിലിക്കേറ്റ് അഥവാ സിർക്കോൺ പ്രധാനമായും ഉപയോഗിക്കുന്നത് ടൈൽ, സാനിറ്ററി സാധനങ്ങൾ, കളിമൺ പാത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ്. ഡീസൽ എഞ്ചിൻ, ലോഹങ്ങൾ മുറിക്കാനും തേച്ച് മിനുസപ്പെടുത്താനുമുള്ള ഉപകരണങ്ങൾ, സീലുകൾ, ഇൻസുലേഷൻ സാധനങ്ങൾ, പമ്പിനുള്ള സ്പെയർ പാർട്ടുകൾ, കപ്പാസിറ്ററുകൾ, സെൻസറുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളിൽ സിർക്കോണിയം ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കേരള തീരത്തുള്ള കരിമണലിന്റെ വില കണക്കാക്കിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപ വില വരും. ഇതിലെല്ലാം ഉപരി മോണോസൈറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. മനസ്സിലായല്ലോ ഏകദേശം നിങ്ങൾക്ക് കരിമണൽ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, കരിമണൽ എന്തിന് ഇവർ കരിമണലിന്റെ പിന്നാലെ പോകുന്നു,
എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ ഗെയിമല്ല. ഇത് വലിയ പൈസ ഇൻവോൾവ് ആയിട്ട് കുറച്ച് അധിക കാലമായിട്ട് നമ്മളെയൊന്നും അറിവിൽപ്പെടാതെ കേരളത്തിൽ നടക്കുന്ന ഒരു ഗെയിമാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയൻ്റെ മാസപ്പടി വന്നതോട് കൂടിയിട്ടാണ് എനിക്ക് ഈ കരിമണലും ശശിധരൻ കർത്തി ഇതിൻ്റെ പിന്നിൽ ഇവരുണ്ടാക്കുന്ന ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഓക്കെ, അതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവന്മാർക്കും കയ്യും കാലും ഉണ്ടെന്നുള്ളത് വേറെ പരിപാടി. കാരണം ഈ കരിമണൽ കർത്തയുടെ ഒരു പേഴ്സണൽ ഡയറി പിടിച്ച സമയത്ത് കുറേ ഷോർട്ട് ഫോംസ് ഉണ്ട്. ഞാനായിട്ട് അതൊന്നും ഷോർട്ട് ഫോംസ് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് പേരുകളായിട്ട് വായിക്കുന്നതൊന്നുമില്ല. പല സ്ഥലത്തും ഈ ഷോർട്ട് ഫോംസിൻ്റെ ഡീകോഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് പല നേതാക്കന്മാരുടെ പേരും പുറത്ത് ചാടിയിട്ടുണ്ട്. വർഷാവർഷങ്ങൾ കാലാകാലമായിട്ട് ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്തയെ ചുറ്റിപ്പറ്റി അയാളിൽ നിന്ന് ഫണ്ട് മേടിച്ച് ജീവിക്കുന്ന ഒരുപാടധികം മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ഈ നാട്ടിലുണ്ട്, ഇപ്പോഴുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഇപ്പോൾ ED വരുമോ, വീണയെ പൊക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഞാൻ 1-2 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. വീണ വിജയന് CMRL നിന്ന് കിട്ടിയ ഫണ്ട്, ആ ഫണ്ട് എപ്പോൾ ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ഒരു പ്രത്യേക തരം സേവനം ചെയ്തതുകൊണ്ട് കിട്ടിയതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതേ CMRLൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്ത ശശിധരൻ കർത്തയുടെ മകനാണ്. ശരൺ എസ് കർത്ത News 18 ഒരു 1.5 വർഷം മുമ്പ് കൊടുത്തൊരു ബൈറ്റിനകത്ത് ഈ സേവനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതും ക്ലാരിറ്റി ഇല്ല. നോട്ട് ഇറ്റ്. അല്ല, ഇതിൽ മുഖ്യമന്ത്രിയായിട്ട് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഞങ്ങൾ എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യണ ഒരു കമ്പനിയാണ് എക്സാലോജിക് കമ്പനി. അപ്പൊ ആ കമ്പനി ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് പല മറ്റേ സോഫ്റ്റ്വെയർ, ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കുകയുണ്ടായി. ആ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് പേയ്മെന്റ് കൊടുത്തു. പേയ്മെന്റ് കൊടുത്തത് 3 വർഷം കൊണ്ടാണ്. 36 മാസം കൊണ്ട് ഞങ്ങൾ നിശ്ചിത ഒരു എമൗണ്ട് പറഞ്ഞിട്ട് കൊടുക്കും. അതപ്പോ ഒരു സേവനം ഞങ്ങൾക്ക് കിട്ടി, അതിനുള്ളൊരു വേതനം ആ കമ്പനിക്ക് കൊടുത്തു, എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു. അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ ആ സേവനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇല്ലാത്ത സേവനത്തിനാണ് പണം നൽകിയത്. അല്ല, ഞങ്ങള് അത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സേവനം കിട്ടിയിട്ടുണ്ട്, അതിനൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങള് വേതനം അവർക്ക് കൊടുത്തു. അപ്പൊ ആ സേവനം എങ്ങനെ 100% ഇപ്പൊ നമുക്കിപ്പോ നമ്മളൊരു എംപ്ലോയിനെ, ഞങ്ങൾക്കൊരു 500 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഈ 500 പേര് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് അവർക്ക് നിശ്ചയിച്ച ശമ്പളം കൊടുക്കണ്ടേ? അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ നമ്മുടെ ശമ്പളം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോ ആ പെർഫോമൻസ് വെച്ചിട്ടല്ല, നമ്മളുടെ എഗ്രിമെന്റ് വെച്ച് നമ്മൾ അതിനുള്ള വേതനം എല്ലാവർക്കും കൊടുക്കുന്നു. അത് ഈ ഒരു കൺസൾട്ടന്റ് അല്ല, ഞങ്ങളെ പോലുള്ള ഒരു കമ്പനിക്ക് പല കൺസൾട്ടൻസും ഉണ്ട്. അതില് ഒരു കൺസൾട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ബാക്കി പല ആൾക്കാരും ഉണ്ട്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും. കമ്പനിക്ക് ടെക്നിക്കൽ ഹാൻഡ്സ് ഉണ്ടാവും, ടെക്നിക്കൽ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു സംഗതിയും വീണ വിജയന്റെ പേഴ്സണൽ ആയിട്ടുള്ള സംഗതിയിൽ അവരൊരു പ്രൊഫഷണലാണ്, IT പ്രൊഫഷണലാണ്. അവർ ഒറാക്കിളിലെ എംപ്ലോയി ആയിരുന്നു. അവർ പല അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രൊഫൈലും കണ്ടെത്തിയിട്ട് അവർ ഓക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് കൊടുത്തത്. എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഞങ്ങൾക്ക് സേവനം ലഭിച്ചേക്കുന്നത്, 1 മാർക്കറ്റിംഗ് മേഖലയിലുള്ള സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2 എക്യുപ്മെന്റ്, ഞങ്ങൾക്ക് മെഷീനറീസ് ഉണ്ട്. ഞങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ മെഷീനറീസ് ഉണ്ട്. മെഷീനറീസ് CNC മെഷീൻസ് ഉണ്ട്. മെഷീൻ പ്രോഗ്രാമിംഗ് ഉണ്ട് അതിൻ്റെതായ. പിന്നെ ERP സിസ്റ്റം ഇല്ലേ, SAP അങ്ങനെ മുതലായ ERP സിസ്റ്റത്തിന്റെ അഡ്വൈസസ് അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതലൊന്നും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നോളജ് ഇല്ല. ഞങ്ങൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലാണ് ഞങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു. കോടികളുടെ എന്താ പറയുക ട്രാൻസാക്ഷൻ ഉള്ള ഒരു കമ്പനിയാണ് CMRL. പല കൺസൾട്ടൻസും ആ കമ്പനിക്ക് ഉണ്ട്. അവർക്ക് പല രീതിയിലുള്ള IT ഹെൽപ്പുകൾ വരും. അതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ വിജയൻ്റെ കമ്പനിയെ ഹയർ ചെയ്തു. സേവനം ലഭിച്ചു എന്ന് പറയും. എന്ത് സേവനം? അതാണ് ഇവിടുത്തെ ഏറ്റവും. ഇപ്പോൾ CMRL പോലത്തെ ഒരു കമ്പനിക്ക് എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രം സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന വീണ വിജയൻ്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തരം സോഫ്റ്റ്വെയർ ആണ് അവർ ബിൽഡ് ചെയ്ത് തന്നത്?
ഇനി ആ തന്ന സോഫ്റ്റ്വെയറിന് അവർ എന്ത് ആനുവൽ മെയിൻ്റനൻസ് ആണ് അവർ ചെയ്തത്? കമ്പനി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് വീണ വിജയൻ പേഴ്സണലി എന്ത് എക്സലൻസ് ആണ് നിങ്ങളുടെ കമ്പനിയിൽ കാണിച്ചത്? ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? ഇപ്പോൾ CMR എന്ന് പറഞ്ഞ കമ്പനിക്ക് എനിക്ക് തോന്നുന്നില്ലടേ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടൊരു വൈഡ് മാർക്കറ്റിംഗ്, അവർക്ക് അതല്ല അവരുടെ പരിപാടി. മനസ്സിലായോ? മറ്റേ വെളുത്തിട്ട് പാറുള്ള ക്രീമൊന്നുമില്ലല്ലോ CMR ഉണ്ടാക്കുന്നത്, ആണോ? അപ്പോൾ പിന്നെ എന്ത് തരം മാർക്കറ്റിങ്ങിനുള്ള ഹെൽപ്പ് അവർ ചെയ്തു എന്നുള്ളതൊന്നും നമുക്കൊരു പിടുത്തവും ഇല്ല, ക്ലാരിറ്റി ഇല്ല ആ കാര്യത്തിലൊന്നും. അപ്പം അവിടെയാണ് ഇവിടെ SFIO ആണെങ്കിലും ബാക്കി ഇത് അന്വേഷിച്ച ഓരോ ഏജൻസികളാണെന്നുണ്ടെങ്കിലും പറയുന്നത് 3 വർഷമായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വീണ വിജയനിലേക്ക് പോയ ഇത്രയും എമൗണ്ടുകൾ 1,72,00,000 രൂപയുടെ ഈ ഒരു എമൗണ്ടിൽ സേവനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടിയാണ്. ആ മാസപ്പടി എന്തിനായിരിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനുള്ള ഉത്തരം കൂടി ഇയാളുടെ വായിൽ തന്നെ അന്ന് ചാടുന്നുണ്ട്. ഓക്കെ, അല്ല, ഞങ്ങൾക്ക് മോട്ടീവ് ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഗവൺമെന്റ് കിട്ടേണ്ട പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എത്ര വിഷയങ്ങൾ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് എന്താ നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോഡി അതല്ലേ അപ്പോൾ ആരോപണത്തിന് കൂടുതൽ ബലം നൽകുക? കഴിഞ്ഞ കാലങ്ങളിൽ, ഇതിനു മുൻപുള്ള കാലങ്ങളിൽ ഒരുപാട് ആരോപണമുണ്ട്. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ആരോപണങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് കൂടുതൽ ഈ ആരോപണത്തിനൊക്കെ കൂടുതൽ ബലം പകരും. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല. നമ്മളിങ്ങനെ ഒരാളെ കുഴപ്പത്തിലാക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് പൊല്യൂഷൻ, ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി എന്ന് പറഞ്ഞത് പ്രോഗ്രസീവ്, ഓരോ ദിവസം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ പല സിസ്റ്റങ്ങൾ, ഞങ്ങൾ എത്രയോ കോടി രൂപ ഞങ്ങളുടെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും വിനിയോഗിക്കുന്നു. അതൊന്നും ചെയ്യാത്ത എത്രയോ പല കമ്പനികളുണ്ട്. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്ട് ഇങ്ങനെ പറയുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇത് തോന്നില്ലേ? എന്തിനാ ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്യണേ? ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് കൊടുത്തു, അത് ശരിയാണ്. ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടോ ആ വ്യക്തിയുടെ മറ്റേ ഫാമിലിയോ അതൊന്നും അല്ലല്ലോ നമ്മൾ കൺസിഡർ ചെയ്യണത്. അത് കൺസിഡർ ചെയ്തിട്ടല്ലല്ലോ നമ്മളിപ്പോ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോ ആ വ്യക്തിയുടെ ആൾക്കാരെയൊക്കെ നോക്കി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടാണോ? ആ വ്യക്തിക്ക് ക്വാളിഫൈഡ് ആണ്, പ്രൊഫഷണലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുകയല്ലേ ചെയ്യണേ? ശരണസ് കർത്ത പറഞ്ഞത് ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുക, അല്ലാതെ അച്ഛൻ മുഖ്യമന്ത്രിയാണോ നോക്കിയിട്ടല്ലല്ലോ പണി കൊടുക്കുക എന്നുള്ളത്. ശരി, അതൊക്കെ സമ്മതിച്ചു. ഇതിലൊരു മെയിൻ പോയിന്റ് ഇയാളെ വായന തന്നെ വന്നിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇയാളുടെ കമ്പനിക്കെതിരെ, ഇയാളുടെ അച്ഛൻ കർത്ത, കരിമണൽ കർത്ത തുടങ്ങി വെച്ച ഈ കമ്പനിക്കെതിരെ തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അലിഗേഷൻ പൊല്യൂഷനാണ്. പെരിയാറിലേക്ക് ഇവർ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങൾ ഭയങ്കര വിഷയമാണിത്. ഇയാളുടെ കമ്പനിയിലുള്ള മൈനിങ് തന്നെ നിർത്തിവെക്കാൻ കാരണം ഇതായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ 1-2 ടേമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇഫ് ഐ എം നോട്ട് റോങ്, മുഖ്യമന്ത്രിയുടെ ആക്സസിൽ വരുമായിരിക്കും, ഇഫ് ഐ എം നോട്ട് റോങ്. അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ്റെ മകളെ പിടിച്ച് കമ്പനിയിൽ ഇതേപോലെ സേവനങ്ങൾ തരാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പാട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സേവനവും കൊടുക്കണമെന്നില്ല. ഒരു രീതിയിലും അവർ ആ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു സേവനവും കൊടുക്കണ്ട. മാസം സേവനം തന്നു, എന്ത് കിട്ടി, എങ്ങനത്തെ സേവനം എന്നുള്ളത് അവരെവിടെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആകുമ്പോൾ അത് ഈ എന്താ പറയുക, വൻ സെറ്റപ്പ്, രാജ്യത്തിന് എന്തോ പ്രശ്നം പറ്റുന്ന രീതിയിലല്ലേ അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ എന്തെങ്കിലും സാധനം പുറത്ത്, അങ്ങനത്തെ സെറ്റപ്പൊന്നും അല്ലല്ലോ. 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ലേ, അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു അലിഗേഷൻ വരുന്ന സമയത്ത് അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അതും അവർ ചെയ്യുന്നില്ല. സേവനങ്ങൾ എന്താണെന്ന് അവർ പറയുന്നില്ല. എന്നാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ കമ്പനിയുടെ ഒരു വൈറ്റൽ പാർട്ടായിട്ട് വെച്ച് അവരുടെ ഒരു കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി ഒരു സേവനം കിട്ടി എന്നുള്ള രീതിയിൽ മാസം പൈസ അയച്ചു കൊടുക്കുമ്പോൾ, അത് കോടിക്കണക്കിന് രൂപയാകുമ്പോൾ നമ്മൾ അപ്പുറത്തെ വശത്ത് ചിന്തിക്കേണ്ട എന്താ? ഇവർക്ക് ഇവിടെ പ്രത്യേകിച്ച് മകളിൽ നിന്നോ മകളെ കമ്പനിയിൽ നിന്നോ ഒന്നും കിട്ടണ്ട. അച്ഛൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ ഇത്രയും കാലം അലിഗേഷൻ കേട്ട, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇത്രയും കാലമായിട്ട് അവരുടെ കമ്പനിക്കെതിരെ വരുന്ന മേജർ അലിഗേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, പെരിയാറിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇല്ല എന്ന് പറയുകയാണ് ഇയാൾ. അവിടെയാണ് മാത്യു കുഴൽനാടൻ. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മാത്യു കുഴൽനാടൻ വിജിലൻസ് കേസ് വേണവർക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയിട്ട് പൊട്ടി പോന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വിഷയമല്ല, അവിടെയാണ് മാത്യു കുഴൽനാടൻ്റെ കുറച്ച് അലിഗേഷൻസ്
വളരെ വളരെ സോളിഡായിട്ട് നമ്മൾ എടുത്ത് വെച്ച് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഞാനിവിടെ മാത്യു കുഴൽനാടൻ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റാളുകൾക്കും പണം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് CMRLന്റെ പണം നൽകിയ CFO അടക്കമുള്ള അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഉണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: പ്ലീസ് സ്റ്റേറ്റ് ഫോർ വിച്ച് പർപ്പസ് ദ പേയ്മെന്റ്സ് വെർ ബീൻ മെയ്ഡ്. അതായത് വീണ വിജയൻ അടക്കം നൽകിയ പേയ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? സേവനം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് CPMന്റെ ആർഗ്യുമെന്റ്. ദീസ് പേയ്മെന്റ്സ് വെർ being made to functionaries, members of various political parties, media houses, police, etc. for smooth functioning of our business, especially in view of the fact that we obtain illuminate which is mined by PSUs as our raw material. This in turn is having environmental impact. Due to that, we receive large number of threats to obstruct our business or to hinder smooth functioning of our day-to-day activities. In order to overcome these threats and to obtain cooperation, we make number of payments to members, functions, political parties, state police, media houses as to ensure smooth functioning of our day-to-day activities. അതായത് ഈ കമ്പനിക്ക് ഇലിമിനേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ലഭിക്കണം. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിട്ടുന്നതിന് വേണ്ടി. 2, ഞങ്ങൾ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനി പ്രവർത്തനമാണ് നടത്തുന്നത്. ഞങ്ങൾക്കെതിരെ ധാരാളം പരാതികളും ധാരാളം വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പണം കൊടുക്കുന്നത്. ആലുവയിൽ നടത്തുന്ന ഈ കമ്പനിക്കെതിരെ, ആലുവയിൽ ആ പ്രദേശത്തുള്ള ആളുകൾ എത്രയോ വട്ടം പെരിയാർ മലിനീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ്, ഇവർ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് പുഴയിലേക്ക് തള്ളുന്നു എന്ന് പറഞ്ഞ് പരാതികൾ സംസ്ഥാന സർക്കാരിനും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും പോയിട്ടുണ്ട്. അതിലൊന്നും ഇന്ന് വരെ, ഈ കാലം അത്രയും 2016 മുതൽ 2024 വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന വകുപ്പ് ആരുടെ കീഴിലാണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. 2016 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാമാസം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് ഇവർ പറഞ്ഞതിന്റെ ഉത്തരവിടെയുണ്ട്. ഇത് അഴിമതിയല്ലേ? എന്തെങ്കിലും സേവനം പ്രത്യേകമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും അഴിമതിയുടെ പർവ്വയിൽ വരില്ലേ? There is the point. മാത്യു കുഴൽനാടൻ പറഞ്ഞ ദ എക്സാക്ട് പോയിന്റ് ആണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. 2017, 18, 19, 20 വർഷങ്ങളിലാണ് ഈ പറഞ്ഞിട്ടുള്ള വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് ഈ പറഞ്ഞ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൽ ക്ലാരിറ്റി ഇല്ല, സേവനങ്ങൾ ലഭിച്ചോ ഇല്ലേ എന്നുള്ളതിൽ ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ആദ്യമായിട്ട് ഈ സ്കീം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അവിടെ നിന്നിട്ടാണ് പിന്നെ അത് SFIOയിലേക്ക് എത്തുന്നതും ഇപ്പം ED വരെ എത്തി നിൽക്കുന്നതും. കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനുമായിട്ട് ചായകുടി പരിപാടി വരെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു ഗിമിക്കിലേക്ക് എത്തിയതൊക്കെ ഈ സ്കീമിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മനസ്സിലായോ? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എവിടെയും ഇപ്പോൾ ഒരു കമ്പനി പറയുകയാണ്, ഞാൻ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ, ഞാൻ എപ്പോഴും ജിത്തുബായി എന്ന് പറഞ്ഞ ഒരാളെ എൻ്റെ കൂടെ കൊണ്ടു നടക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയുകയാണ്, ജിത്തുബായി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ജിത്തുബായി എനിക്ക് സേവനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ജിത്തുബായിക്ക് മാസം ഒരു 50,000 രൂപ കൊടുക്കാറുണ്ട്. സേവനങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജിത്തുബായി എൻ്റെ കാറിൻ്റെ അപ്പുറത്തിരിക്കും, എൻ്റെ ഒപ്പം വരും. അത്രയേ ഉള്ളൂ സേവനമാണ്. എനിക്കത് സേവനമാണ്. നാളെ ഇപ്പോൾ ഈ പറഞ്ഞ CMRLൻ്റെ ഒരാൾ വന്നിട്ട് എന്ത് തരം സേവനമാണ് നിങ്ങൾക്ക് എക്സാലോജിക്കും വീണ വിജയനും ചെയ്തത്? അത് വീണ വിജയൻ രാവിലെ വന്നിട്ട് കമ്പ്യൂട്ടറൊക്കെ തന്നെ തുടയ്ക്കും, CMRL എല്ലാ കമ്പ്യൂട്ടറും തുടയ്ക്കും, വൃത്തിയാക്കും, ഒരു സൈഡിൽ വയ്ക്കും, എന്നിട്ട് ഓണാക്കും, ഒന്ന് ഓഫാക്കും, എന്നിട്ട് അതിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നിട്ട് തിരിച്ചു പോകും. സേവനമാണ്, അവർക്ക് ആ സേവനം മതി. മനസ്സിലായോ? അത് സേവനമായിട്ടൊരു കമ്പനി കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സേവനം മതി. ആ സേവനത്തിന് അവർ പറയുന്നതാണ് അവരുടെ പൈസ. ഞാൻ വെറുതെ ഇരിക്കുന്നതിന് ജിത്തുബായിന് 50,000 കൊടുക്കുന്നത് ഞാൻ തീരുമാനിക്കുന്ന പൈസയാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള ടേംസാണ്. അതിൽ വേറെ ആർക്കും ചോദിക്കേണ്ട. കാരണം സർക്കാരിന് ഓൾറെഡി അതിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ടാക്സ് കിട്ടിയിട്ടുണ്ട്. CMRL വീണ വിജയന് കൊടുത്ത പൈസയിൽ ഓൾറെഡി അവർ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതെങ്ങനെ സേവനം എടുക്കാത്ത പൈസയാവും എന്നുള്ളത് ചോദ്യം വരിക. അപ്പോൾ എന്താണ് സേവനം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സേവനം എന്ന് പറയാനേ സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ഈ കേസ് നിലനിൽക്കുമോ അല്ലെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോയാൽ എന്താ അവസ്ഥയാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഐഡിയ ഇല്ല. കാരണം ഇത് വളരെ ബുദ്ധിപൂർവമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇല്ല, ഇത് പിണറായി വിജയനെതിരെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിട്ട് BJP കൊണ്ടുവരുന്നൊരു സ്കീമാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ സാധനം നിലനിൽക്കാനും പോകുന്നില്ല. നടക്കാത്ത പരിപാടിയാണ്. അതോ സെൻട്രൽ ഗവൺമെൻറ്റും LDFും കൂടിയും കയ്യു കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉണ്ടായപ്പോൾ കണ്ടതാണ് അതെങ്ങനെയാണെന്ന് പിണറായി വിജയനും LDFിനും ഒരു പ്ലസ്സായിട്ട് ഇലക്ഷൻ സമയത്ത് അവരത് യൂസായി കിട്ടിയത് എന്നുള്ളത്. ഇപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയും ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാതെ ഇരിക്കുകയായിരിക്കും നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഏറ്റെടുത്താൽ ഈ സംഗതി പൊട്ടും. ഇതെവിടെ എത്താൻ പോകുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഇത് എങ്ങനെ കണ്ടുപിടിക്കൂടെ? CMRL നാളെ പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പേഴ്സണലി അവരെ കയ്യിൽ നിന്ന് ഒരുപാട് എന്ത് കിട്ടിയിട്ടുണ്ട്, സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും വേണ്ട. CMRL പറയുകയാണ് രാവിലെ വന്നിട്ട് വീണ വിജയൻ ഈ ഓഫീസ് കൊണ്ട് അടിച്ചു വാരി തുറച്ചു അത് സേവനമാണ്. അതിന് ഞങ്ങൾ ഇത്ര കോടി രൂപ കൊടുത്തോ എന്ത് പ്രശ്നം? ആ രീതിയിൽ വന്ന് എന്ത് കാണിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നുന്നു ഈ സംഗതിക്കകത്ത്. കാരണം ഇത് ആ രീതിയിലുള്ളൊരു സ്കീമായിട്ട് മുന്നോട്ട് പോകാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, കാരണം ഇത് നമ്മൾ പലവട്ടം കേട്ടൊരു കാര്യമാണ്. പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പല പ്രൊജക്റ്റുകളും പല കമ്പനികളും പേപ്പറിൽ മാത്രമാണ് ഇരിക്കുന്നത് എന്നും പല വലിയ വലിയ കമ്പനികളുമായിട്ട് സർക്കാർ റിലേറ്റഡ് ആയിട്ട് ഇതേപോലെയുള്ള ടാസ്കുകൾ പിടിക്കുന്ന കമ്പനികളുമായിട്ട് ഈ പേപ്പർ കമ്പനികളൊക്കെ ജോയിൻ ആയിട്ട് അതിൽ നിന്ന് ഇതേപോലെ ടാക്സൊക്കെ കട്ട് ചെയ്ത് പല സേവനങ്ങൾക്കായിട്ട് പല പൈസകളും ട്രാൻസ്ഫർ ചെയ്ത് പോയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ട സമയത്തും നമുക്കിതിലൊന്നും ക്ലാരിറ്റിയിൽ ഇതെങ്ങനെയെന്ന് തെളിയിക്കാനുള്ള ഒരു തരത്തിലുള്ള തുമ്പോ കിട്ടിയിട്ടില്ല. ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. ഇതിൽ അന്വേഷിച്ച ഏതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഈ സേവനം എന്താണെന്നുള്ളത് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ കേസ് നിലനിന്ന് പോകും എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ചിലർക്ക് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് എടുക്കാം. ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൽ നിന്ന് ലാഭം കിട്ടുക. ഇഫ് പ്രതിപക്ഷം ഏറ്റെടുത്ത LDFിനായിരിക്കും ലാഭം. കാരണം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ട് നമ്മൾ കണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് ഈ വഖഫ് സ്കീമൊക്കെ വെച്ച് മുനമ്പത്തുള്ള ആളുകളൊക്കെ ഏകദേശം അവർക്ക് അറിയായിരുന്നു വഖഫ് ബില്ല് വരും. ഏകദേശം ആ ടൈമിൽ അവർ രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കി വഖഫ് ബില്ല് പാസ്സാക്കി. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി അതിനകത്ത് പോയിട്ട് തലയിട്ട് ആകെ വട്ടം തിരിഞ്ഞ് ഒരു 50 പേര് ഇപ്പുറത്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ട സ്കീമുണ്ടായി. കറക്റ്റ് സമയത്ത് SFIO വന്നു, അടുത്തത് ED വരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് വെച്ചത് LDFിന് വേണ്ടിയിട്ടല്ല തോന്നുന്നു, UDFിന് ഇട്ടടിച്ചാൽ തോന്നുന്നുണ്ട്. അവർ ഏറ്റെടുക്കായിരുന്നു, അവർക്ക് നല്ലത്. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പാളും. കാരണം കേസ് പൊട്ടിപ്പോയാൽ വീണ്ടും ഒരു സെൻറ്റിമെൻറ്റ്സ് ആർക്ക് കിട്ടും? ഇവിടെ പിണറായി വിജയനും മകൾക്കും കിട്ടും. അതിന് കൂട്ടു നിന്നത് UDF ആണെന്ന് പറയും. എവിടേക്കോ എങ്ങനെയൊക്കെയോ എനിക്ക് തോന്നുന്നൊരു മുന്ന രീതിയിലുള്ള കൈകൊടുപ്പ് നടന്നു എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. സെൻട്രലും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ട്, അവിടെ ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ട്. നോക്കാം, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും എവിടെ എത്തും എന്നുള്ളത്. കാരണം കക്കാൻ അറിയുന്നവർ നിൽക്കാനും അറിയാം. നന്നായിട്ട് കക്കാൻ അറിയുന്നവർ നന്നായിട്ട് നിൽക്കും. പിന്നെ ഭരിക്കുന്നവരുടെ കയ്യിലാണ് എല്ലാ സംഗതികളും. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള പരിപാടികൾ കാണിച്ചു കൂട്ടാൻ ഈസിയല്ലേ. നമുക്ക് കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. പുതിയ സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു വേറെ കാര്യം. മാസപ്പടിയൊന്നും എവിടെയും തെളിയാൻ പോകുന്നില്ല മക്കളെ. അതാ തോന്നുന്നു.